സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഓർഡിനറി ബസ്സുകളുടെ യാത്ര ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഗവൺമെന്റ് ബസ്സുകളിൽ സൗജന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിലാക്കിയോ ഇല്ലയോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്ത് വൃത്തിയായി കാണിച്ചത്? അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഇവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന ഒരു ബസ്സിലാണ് ഈ BJP നേതാക്കൾ, മഹിളാ മോർച്ച നേതാക്കൾ കയറിയിരുന്ന് കണ്ടക്ടറോട് ഇക്കാര്യം സംസാരിക്കുന്നത്. നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ ഏറി പോകാന്ന് കരുതിയല്ലേ കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി. ഇത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ സൗജന്യം നിലവിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിലവിൽ ആദ്യഘട്ടത്തിൽ ഒന്നോണം ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര. എവിടെ ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. നാട്ടുകാർ തന്നെ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. കൊട്ടാരക്കരയിലേക്ക് പോകുന്ന നിലവിൽ തന്നെ അരമണിക്കൂർ ലേറ്റായ ഒരു ബസ്. എന്തോ സമര യാത്രക്കാരെ ഇതുപോലെ മെനക്കെടുത്തിക്കൊണ്ടാണോ സമരം ചെയ്യുന്നത്? ന്യായമായിട്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു. ഫ്രീ കൊടുക്കാൻ പറഞ്ഞ ഇത് എല്ലാവർക്കും 100% ഫ്രീ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. എന്തൊരു ചൊറിച്ചില്. വീട്ടിൽ പോണ്ടായോ? ഇത് എന്തൊരു ശല്യം ചെയ്യുന്ന ബസ്സിനകത്ത് കയറി ഓഫീസിൽ ചെന്ന് സമരം ചെയ്യണം. യാത്രക്കാരുടെ കൊണ്ടാക്കിക്കൊണ്ടേ. Extremely sorry. It's okay. ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ പ്ലീസ്. സ്ത്രീ ജനങ്ങളുടെ വോട്ട് നേടിക്കഴിഞ്ഞ് സ്ത്രീ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട് നല്ലതല്ല. ഈയക്കെന്താ വട്ടുണ്ടോ? എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? സ്ത്രീകളെ ജയിച്ചതിന് ശേഷം കേരളത്തിലുള്ള സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ നടപടി ഗവൺമെന്റിന്റെ നടക്കുന്നതല്ല. പരിപാടിയിൽ ഭേദഗതി വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ. എന്തായാലും ഈ അഴിമതിക്ക് ഞാൻ കൂട്ടിരിക്കത്തില്ല. സ്ത്രീകൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമോ? അപ്പൊ ഇലക്ഷൻ സമയം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇലക്ഷൻ സമയം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അഭിനയോ കഴിഞ്ഞിട്ടില്ല. വണ്ടി വിടുക, ആൾക്കാർ ഭയങ്കര വയലന്റ് ആൾക്കാർ കല്ല് പെറുക്കി തുടങ്ങി. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം. അല്ലെ ഈ പണിക്ക് പ്ലീസ് യാത്ര തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. യാത്രക്കാർ തന്നെ ചോദ്യം ചെയ്തു. എന്നാ ഇവിടെ എല്ലാത്തിനും പോയി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്. വിളിച്ചോ നിന്റെയൊക്കെ തൊണ്ട പൊട്ടൂന്നല്ലാതെ ഈ ഉതുപ്പച്ചൻ രാജിവെക്കല. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.